അധ്യാപകരെല്ലാം നമ്മളെ നേർവഴിക്ക് നയിക്കുന്ന ആൾക്കാരാണോ? നമ്മളെ രക്ഷപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരാണോ? അഭിപ്രായം എന്താ? എനിക്ക് രണ്ട് അനുഭവങ്ങളും ഉണ്ട്. ഓരോ സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചു പോകും തോറും ഓരോ അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കുട്ടിയായിരുന്ന സമയത്ത് ഒരു 5ാം ക്ലാസ് വരെയൊക്കെ ഇവരാണ് നമുക്കെല്ലാം. നമ്മൾ വീട്ടിൽ വന്ന അമ്മ ഇങ്ങനെ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല. 100 കുട്ടികളെ പഠിപ്പിച്ച് അതിനകത്ത് 99 കുട്ടികൾ രക്ഷപ്പെട്ടു, അതിൽ ഒരു കുട്ടി മാത്രം രക്ഷപ്പെട്ടില്ല. അവരെ നമ്മളിങ്ങനെ അധ്യാപകം വിളിക്കുന്നത്. അതായത് എൻ്റെ അനുഭവത്തിലും ഞാൻ കണ്ടതും വെച്ചിട്ട് നല്ല അധ്യാപകരുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ സ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസം നിർത്തി പോകുന്ന കുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, കുറേ ആളുകളുണ്ട്. ഇപ്പോൾ കുറവായിരിക്കും, ഒരു പക്ഷേ കുറച്ച് മുൻപ് വരെ കാലഘട്ടത്തിൽ ഒരുപാട് കുട്ടികൾ ഇത്തരത്തിലുള്ള ഇടയ്ക്ക് വിദ്യാഭ്യാസം നിർത്തി പോകുന്ന കുട്ടികളുണ്ട്. ഇവരൊട്ടുമിക്ക കുട്ടികളും വിദ്യാഭ്യാസം നിർത്താൻ മെയിൻ കാരണം അധ്യാപകർ. പല പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, കുട്ടികളുടെ കളർ പ്രശ്നം, ജാതി പ്രശ്നം, അവരുടെ പഠന വൈകല്യം. ഞങ്ങളുടെ പഠന വൈകല്യം പോലും മനസ്സിലാക്കാൻ ബോധമില്ലാത്ത അധ്യാപകരാണ്. ഇതിൽ പലപ്പോഴും സംഭവിക്കണമെന്നറിയാം. ഇത് ഈ പഠന വൈകല്യത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പല ഇപ്പോൾ CBSE സ്കൂളിലാണെങ്കിലും സ്റ്റേറ്റ് സിലബസ് സ്കൂളിലാണെങ്കിലും പാരൻസിനെ ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ വിളിപ്പിക്കും, ടീച്ചർ വിളിപ്പിക്കും. എന്തിനാണെന്ന് വെച്ചാൽ അസസ്മെൻറ്റ് തരുവാണ്. അപ്പോൾ ഓരോ സംഭവത്തിന് അയാളുടെ അറ്റൻഷൻ മറ്റേ റെസ്പോൺസ് ടു ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഓരോന്നിനും ഓരോ ഗ്രേഡ് കൊടുത്തേക്കുന്നു. എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഒരു 3 മാസമോ അല്ലെങ്കിൽ 4 മാസമോ ഒരു കുട്ടീനെ ഒബ്സർവ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ കൂടെ നിന്നിട്ട് ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കുട്ടിയുടെ ഫ്യൂച്ചറിൽ ഇവൻ ഇങ്ങനെയാണ് എന്നൊരു അസസ്മെൻറ്റിലേക്ക് എത്താൻ തന്നെ. ഇവിടെ 10-25 വർഷം ഒരുമിച്ച് ജീവിച്ച് ഒരുമിച്ച് കടന്നുറങ്ങുന്ന ഭാര്യയ്ക്ക് പോലും ഭർത്താവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ 3 മാസത്തെ അസസ്മെന്റ് ഒരു കുട്ടീനെ അധ്യാപകർ ടാർഗറ്റഡ്. അതിന് മെയിൻ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചേട്ടാ, നമ്മൾ കുറച്ച് നാൾക്ക് മുന്നേ ഇപ്പോഴും ഉണ്ടാവുമായിരിക്കും ഒരു കുട്ടിക്ക് ഒരു ബോർഡിൽ എഴുതുന്നത് ചിലപ്പോൾ വായിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ ആ കുട്ടിക്ക് പോലും മനസ്സിലാവില്ല എന്താ പ്രശ്നം, കണ്ണിൻ്റെ പ്രശ്നമായിരിക്കും. ഈ കുട്ടിക്ക് ചിലപ്പോൾ പറയുന്നത് മനസ്സിലാവില്ല, ആ കുട്ടി ചിലപ്പോൾ വിചാരിച്ച കാര്യം പറയാൻ പറ്റില്ല. ഇത് ഓരോ വൈകല്യങ്ങളാണ്. ഇപ്പോൾ അതിന് നമ്മൾ ഡെഫിനേഷൻ കൊടുത്തിരുന്നുണ്ട്. പണ്ട് കാര്യങ്ങൾ അതില്ല. അത്തരത്തിലുള്ള കുട്ടികളില്ലേ മാനസികമായി ടോർച്ചർ ചെയ്ത് അവരുടെ പാരൻസിനെ വിളിച്ചു വരുത്തി ഇവൻ മണ്ടനാണ്, ഇവള് മണ്ടിയാണെന്ന് പറഞ്ഞ് പരുത്തി ഒരു സ്കൂള് ഈ 10-20 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഈ കുട്ടീനെ മാത്രം എണീപ്പിച്ചെടുത്തി. ഇവന് പഠന വൈകല്യമുള്ളതുകൊണ്ട് ഇവന് പഠനം അത് അങ്ങനെയാണ്. ആ മേഖലയിലാണ് ആ കുട്ടിക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതെ, അവിടെ ഈ ഞാൻ കേട്ടിട്ടില്ല എത്ര കുട്ടികൾ മണ്ടന്മാരെ എണീപ്പിച്ചിട്ടുണ്ട്, എത്ര കുട്ടികൾ. ഇപ്പോഴാണ് കുറവ്. പണ്ടൊക്കെ ക്ലാസ്സിന് പുറത്തിറക്കരുത് പിള്ളേരെ, ആ വരാന്ത കൂടെ പോകുന്ന കുട്ടികൾ മുഴുവൻ ഇത് കാണും, ഈ ക്ലാസ്സിലുള്ള കുട്ടികൾ കാണും. ഇവരെല്ലാവരും ഇവനെ മണ്ടെന്നല്ലേ വിളിക്കുള്ളൂ. ഇവൻ പിന്നെ എന്തിനാ പഠിക്കണം അവിടെ? അല്ല, ഇവൻ പഠിക്കുന്നുണ്ട് അവിടെ. ഇവൻ ആ അനുഭവങ്ങളിലൂടെ പഠിച്ചിട്ട് ഇവൻ ഏറ്റവും വലിയ റിബലും ക്രിമിനലായിട്ട് മാറും. അവനെ ചെറിയ പ്രായത്തിൽ തൊട്ട് തന്നെ ഈ വേർതിരിവ് കാണിച്ച് സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുക. ഇത് മാത്രമാണോ? ഇനി പാരന്റ്സ് മീറ്റിംഗ് ഒരു പരിപാടി ഉണ്ടല്ലോ, വിളിച്ചു വരുത്തും. എന്നിട്ട് പാരന്റ്സിനോട് പറയും. ചിലപ്പോൾ ഈ മിക്കവാറും ഒട്ടുമിക്ക കേസുകളിലും 90% കേസുകളിലും ഇവന്റെ പാരന്റ്സ് സാധാരണക്കാരായിരിക്കും. കൂലിപ്പണിക്ക് പോയി അന്നന്ന് ജീവിക്കുന്ന പാരന്റ്സ് ആയിരിക്കും. ആ പാരന്റ്സിനെ വിളിച്ചു തരും. ആ പാരന്റ്സിനെ വിളിച്ചു വരുത്തിട്ട് പറയാൻ പോകുന്ന കാര്യം എന്തായിരിക്കും? എല്ലാവരുടെയും പാരന്റ്സിനെ മുന്നിൽ വെച്ച് നിങ്ങളുടെ കുട്ടി മണ്ടനാണ്, ഇവൻ പറഞ്ഞാൽ പഠിക്കൂല, ഇവൻ കേൾക്കൂല, മനസ്സിലാക്കുന്നില്ല, ഒരു കാര്യം പറഞ്ഞാൽ ഇവന് തലയിൽ കയറില്ല. ഞാൻ ആക്ച്വലി പഠന വൈകല്യമാണെന്നത്. ആ പഠന വൈകല്യത്തിന് അങ്ങനെ ട്രീറ്റ് ചെയ്താൽ പോരാ, അതിന് വേറെ രീതി ചെയ്യണം. അതിനെയാണ് അധ്യാപകൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കണ ഒരുത്തന്നെ എന്തിനാ അധ്യാപകരുടെ ആവശ്യം? എന്തിനാ? അവനും ഒറ്റയ്ക്ക് പഠിച്ചാൽ പോരെ. അല്ലെ, പലപ്പോഴും എന്താ സംഭവിക്കണമെന്നറിയോ? ഈ എങ്ങനെയാണ് ഈ ഒരു കമ്പാരിസൺ വരുന്നതെന്നറിയോ? പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ടീച്ചേഴ്സ് പലപ്പോഴും കുട്ടികളെ കമ്പയർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കുട്ടികളുണ്ട് ഈ ടീച്ചർ എന്ത് ചോദിച്ചാലും വളരെ പെട്ടെന്ന് ഉത്തരം പറയുന്ന ആൾക്കാർ. അപ്പോൾ ഇവർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ആ റെസ്പോൺസീവ് ആയിട്ടുള്ള കുട്ടികളെ മാത്രം ശ്രദ്ധിക്കുകയും ബാക്കിയുള്ള കുട്ടികളെ അവഗണിക്കുകയും ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ബാക്കിയുള്ളവരെല്ലാവരും മണ്ണന്മാരാണെന്ന് പറയുന്നത്. പലപ്പോഴും ഈ പഠനങ്ങൾ തെളിയിക്കുന്നത് എന്താണെന്നറിയോ? ഈ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന കുട്ടികളെന്ന് പറയുന്നിടത്ത് പലപ്പോഴും ടീച്ചേഴ്സിൻ്റെ മക്കൾ തന്നെയായിരിക്കും. ഈവൻ അവർ ഗർഭത്തിൽ കിടക്കുമ്പോൾ തൊട്ട് തന്നെ ഈ ടീച്ചർ പഠിപ്പിക്കുന്ന തറയും പറയും മലയും എയും ബിയും സിയൊക്കെ കേട്ട് വളർന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വരുന്ന കുട്ടി അവൻ ചെറിയ LKG-ലാണെങ്കിൽ പോലും അവൻ്റെ റെസ്പോൺസ് റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. സാധാരണക്കാരൻ്റെ മക്കൾക്കൊരു പ്രശ്നമുണ്ട് എനിക്ക് തോന്നിയത്. ഇവർക്ക് ആക്റ്റീവ് ആവാൻ ഇവർക്ക് പേടിയാണ്. ഇവരുടെ വീട്ടിൽ ആക്റ്റീവ് ആയിരിക്കും, പക്ഷെ ഇവർ അവിടെ ചെല്ലുമ്പോൾ ഇവരിങ്ങനെ പെട്ടെന്ന് പേടിച്ചു പോകും ഇവർക്ക്. പക്ഷേ ഇവരുടെ അതുകൊണ്ടൊന്നും സംഭവിക്കുന്നു പറഞ്ഞാൽ, പക്ഷേ കുറച്ച് ഇത്തരത്തിലുള്ള അധ്യാപകരുടെ കുട്ടികളോ അല്ലെങ്കിൽ നല്ല ജോലിയുള്ള കുട്ടികളൊക്കെ ഇവരങ്ങനെയാണ് പഠിപ്പിച്ചു വിടുന്നത്. നിങ്ങൾ എല്ലാവരുടെ ആക്റ്റീവായിട്ടിരിക്കണം. ഈ ആക്ടിവിറ്റി എന്നല്ല കുട്ടികളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ചില കുട്ടികൾ ചിലപ്പോൾ ഇൻട്രോവേർട്ടായിരിക്കും, ചിലർ എക്സ്ട്രോവേർട്ടായിരിക്കും, അങ്ങനെയായിരിക്കും കാര്യങ്ങൾ. അതിൻ്റെ ഒപ്പം തന്നെ മറ്റു കാര്യം ചേട്ടാ, ഈ അധ്യാപകർക്ക് ഒരു അഹങ്കാരമുണ്ട്. എന്താണെന്ന് അറിയാമോ? അതായത് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഈ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേർ ഒരു 5 പേരെ 10 പേരാണ് ഇവർ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യും. അപ്പോൾ നമ്മൾ വിചാരിക്കും ബാക്കിയുള്ളവരുടെ സ്നേഹമില്ല. അത് മറ്റൊരു കാര്യം. ഇവർ പഠിച്ച നല്ല റാങ്കൊക്കെ വാങ്ങിക്കുക, നല്ല മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ക്ലാസ് അധ്യാപകൻ ആരാണെന്ന് ചോദിക്കുന്നത്. മനസ്സിലായി? ഈ സാധനത്തിൽ ഇവർക്ക് ഭയങ്കര പ്രിവിലേജ്. ഇതൊരു ബിസിനസ് ആസ്പെക്റ്റും കൂടിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പല ഇവിടുത്തെ എഞ്ചിനീയറിംഗ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ
നോക്കാൻ നേരത്തെ എല്ലാ വർഷവും അവർ അഡ്വർടൈസ് ചെയ്യും ഏറ്റവും കൂടുതൽ JEE ടോപ്പേഴ്സ്, നീറ്റിൽ ടോപ്പേഴ്സ് ഞങ്ങളുടെയാണെന്ന്. ഇവരുടെ പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവരെല്ലാ സ്കൂളിൽ നിന്നും 99% മാർക്ക് മേടിച്ച് ടോപ്പായിട്ടുള്ള ആൾക്കാരെ മാത്രം എടുത്തിട്ടാണ് ഈ ട്രെയിൻ ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ അവനാണോ ഏറ്റവും കൂടുതൽ ബ്രില്യൻസ്? സാധാരണക്കാരായിട്ടൊരു കുട്ടീനെ എടുത്തിട്ട് അവനെ ബ്രില്യൻ്റ് ആക്കി ഫ്രണ്ടിലേക്ക് വിടുന്നവരാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങളിപ്പോ അധ്യാപകരുടെ കുറ്റമൊക്കെ പറഞ്ഞിരുന്നു. എനിക്ക് പോസിറ്റീവായിട്ട് ലൈഫിൽ കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്റെ നല്ല അധ്യാപകർ അല്ല ഞാൻ പറയായിരുന്നു. ഇനി പോസിറ്റീവ് കാര്യം എന്തിനു പറയണ്ടേ? അതായത് നമ്മൾ 3 വയസ്സിൽ അല്ലെങ്കിൽ 3.5 വയസ്സിൽ നമ്മൾ LKG കൊണ്ട് ചേർക്കുന്നു. പിന്നെ നമ്മളെ സ്വാധീനിക്കുന്നത് മുഴുവൻ നമ്മുടെ സ്കൂളും നമ്മുടെ അധ്യാപകരുമാണ്. കാരണം നമ്മുടെ ടീച്ചർ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊരു വാക്കില്ല. ഇപ്പൊ എന്റെ മോൻ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ ബുക്കിൽ എഴുതി കൊടുക്കുമ്പോൾ അവൻ പറയും എഴുതല്ലേ, ടീച്ചർ പറഞ്ഞതാണ് ശരി. അല്ലെങ്കിൽ അവർക്ക് പിന്നെ അവരുടെ ലൈഫ് അല്ലെങ്കിൽ അവരുടെ എല്ലാം ടീച്ചർമാരാണ്. ടീച്ചർക്ക് ബർത്ത്ഡേക്ക് കാർഡ് കൊണ്ട് കൊടുക്കുന്നു. പിന്നെ അവരുടെ ലൈഫ് അവിടെ റൂൾ ചെയ്യുന്ന മുഴുവൻ ടീച്ചറാണ്. അതൊരു 8-9 വരെയൊക്കെ അങ്ങനെ തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ +2ലേക്കൊക്കെ കടക്കുമ്പോഴാണ് ഈ ടീച്ചർമാർ ശത്രുക്കളായി തീരുന്ന കുറേ അധികം പരിപാടികളിലേക്ക്. ഇത് മാത്രമല്ല അനുഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും അപ്ഡേറ്റ് ചെയ്യാനായിട്ട് തയ്യാറല്ലാത്ത അപ്ഡേറ്റഡ് അല്ലാത്തൊരു വർഗമാണ് ഈ ടീച്ചേഴ്സും ഗവൺമെന്റ് എംപ്ലോയീസും. അവരൊരു സംഭവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരത് തീർന്നു. അവർ ആ സാധനത്തിൽ വരുന്നത്. ഇപ്പോൾ 8ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് അധ്യാപികയാണെന്നുണ്ടെങ്കിൽ 8ാം ക്ലാസ്സിലെ കാര്യങ്ങൾ മുഴുവൻ അങ്ങ് പഠിച്ചു വെച്ചേക്കണം. പിന്നെ ഒരിക്കലും അവർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് തയ്യാറല്ല. അപ്പോൾ സമൂഹത്തിൽ എന്ത് നടക്കുന്നു, പൊതുവായിട്ടുള്ള കാര്യം കുട്ടിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറല്ല. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ കാലത്തെ കുട്ടികൾ എന്ന് പറയുന്ന നേരത്ത് അവർ ഈ AI യുഗത്തിൽ, മൊബൈൽ ഫോണിൻ്റെ യുഗത്തിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ടീച്ചർമാരെക്കാട്ടും കൂടുതൽ നോളജ് ഉണ്ട്. അപ്പോൾ ഇനിയുള്ള കാലത്ത് ടീച്ചർമാർ ദയവ് ഇത് പഠിപ്പിക്കാതിരിക്കുക, അവരൊരു മെന്റർമാരായിട്ട് നിൽക്കുക. നമ്മൾ ഈ ടീച്ചർമാരിൽ നിന്നൊക്കെ ഏറ്റിട്ടുള്ള അധിക്ഷേപങ്ങളുണ്ടല്ലോ, അത് ഒരിക്കലും മായ്ച്ചു കളഞ്ഞാലും പോകില്ല. എത്ര വലുതായി എന്ന് നമ്മൾ പറഞ്ഞാലും. ഇപ്പം നമ്മുടെയൊക്കെ ക്ലാസ്സിൽ തന്നെ ഭംഗിയുള്ള കുട്ടികളോടോ അല്ലെങ്കിൽ അത്യാവശ്യം പഠിക്കുന്ന കുട്ടികളോടൊക്കെ ഇവർ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. കെയർ ആൻഡ് അറ്റൻഷൻ കിട്ടുന്ന കുട്ടികൾ പിന്നിലിരിക്കേണ്ടാവും, അല്ലെങ്കിൽ അവർ പഠിത്തത്തിൽ കുറച്ച് പിന്നോട്ടായിരിക്കും. അവരെയൊക്കെ ഏൽപ്പിക്കുന്നത് ഈ 1ും 2ും ആയിട്ടുള്ള കുട്ടികളാണ്. എന്നിട്ട് അവരോടാ പറയാ അവർ ഭയങ്കര വീക്കാണ്, അവരെ പഠിപ്പിച്ചു കൊടുക്കണം. പഠിക്കുന്ന കുട്ടികളും പഠിക്കാത്ത കുട്ടികളും നമ്മൾ കമ്പയർ ചെയ്യാനേ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ കാര്യം പറഞ്ഞു, അനുവിനെ അറിയുമെന്ന് എനിക്കറിയില്ല. അതായത് കുറച്ച് നാൾക്ക് മുമ്പ്, അതായത് അനുവിൻ്റെ ഈ കാലഘട്ടത്തിൽ ആ സ്കൂളുകളിൽ മോട്ടോർ ഓൺ ആക്കുക, പുല്ല് കത്തുക, മറ്റേ പെയിന്റ് അടിക്കുക, കുറച്ച് കുട്ടികൾ സെലക്റ്റഡാണ്. മനസ്സിലായോ? ആ കുട്ടികളുടെ എനിക്കറിയില്ല, ഈ അരി കോരി കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ പണ്ട് കാലങ്ങളിൽ, ഈ ഓണത്തിനൊക്കെ അരി കൊടുക്കുന്നത്, അതിന് കുറച്ച് കുട്ടികളുണ്ടാവും. ഇവന്മാരായിരിക്കും അവിടെ പഠിക്കാത്ത എന്നിവർ മുദ്ര കുത്തിവിടുന്ന കുട്ടികളാണ്. ഇവന്മാരായിരിക്കും അവിടുത്തെ ജോലികളൊക്കെ ചെയ്യുന്നത്. കഞ്ഞി വിളമ്പല്, പുല്ല് കത്തല്, ഇപ്പം ആരെങ്കിലും വീണ് കഴിഞ്ഞാൽ അവരുടെ തന്നെ ആശുപത്രി കൊണ്ടുപോകല്, കാര്യങ്ങളൊക്കെ ചെയ്യല്. ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ പഠിച്ച സ്കൂളിൽ 9ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ്സിലോട്ട് തിരിക്കുമല്ലോ. ഈ സമയത്ത് 9ാം ക്ലാസ് വരെയുള്ള എല്ലാ കുറച്ച് അലമ്പ് സ്വഭാവമുള്ള കുട്ടികളെ മുഴുവനും ഒരു ഡിവിഷനിലോട്ട് മാത്രമാക്കി ആക്കിയല്ലോ. അതെന്താ അങ്ങനെ ആക്കുന്നത്? എന്നിട്ട് ഞങ്ങൾക്ക് സാറുണ്ട്, ബില്ലി സാറിന്, ഭയങ്കര സ്നേഹമുള്ള സാറുണ്ടോ. ആ സാറിൻ്റെ കീഴിലോട്ടാണ് ഈ കുട്ടികൾ വിടുന്നത്. പുള്ളി മക്കളെ പോലെ ഞങ്ങൾ നോക്കുന്നത്. ഞാനൊക്കെ ആ ഗ്യാങ്ങിൽ ഉൾപ്പെട്ട ആളും കൂടിയാട്ടോ. ഇപ്പം എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി ഈ നമ്മളെക്കാളും പ്രശ്നമുള്ള ആൾക്കാർ വേറെ ഉണ്ട്, അപ്പുറത്തെ ക്ലാസ്സുകളുണ്ട്. പക്ഷേ ഇവർക്ക് അറിയാം കള്ളത്തരം കാണിക്കാൻ അറിയുന്നത് ഒരു ക്വാളിറ്റിയാണ്, ഇത് അറിയില്ലാത്തത് ഒരു ക്വാളിറ്റിയാണ്. ചിലവർ അവർക്ക് അറിയില്ല അത് കാണിക്കുന്നത് എന്താണെന്ന്. പക്ഷേ ഊടായ്പയോടെ ഇതിൻ്റെ ഇടയിൽ കൂടെ കാണിക്കുന്ന കുട്ടികൾ വേറെ ഉണ്ട്. അവരൊക്കെ കുറച്ചുകൂടി സ്റ്റാറ്റസ് കൂടിയതോ അല്ലെങ്കിൽ അവരുടെ പാരൻസൊക്കെ വരുമ്പോൾ കുറച്ച് ഗമയിലോ വാഹനത്തിലേക്കൊക്കെ വന്നിറങ്ങുന്നത്. നമ്മുടെ പാരൻസ് നോർമൽ സാധാരണ പോലെ വന്നു കഴിയുമ്പോൾ പാരൻസിനെ വെച്ച് വേറെ അധ്യാപകരുണ്ടെന്ന്. ഇതൊക്കെ പലപ്പോഴും സിറ്റിയിലുള്ള പല സ്കൂളുകളിലും അത് വേറെ രീതിയിലാന്ന് മാത്രമേ. അല്ല, എൻ്റെ മക്കൾ ഇത് സിറ്റിയിൽ തന്നെയുള്ള പ്രമുഖ CBSE സ്കൂളിലൊക്കെ പഠിച്ചിരുന്നത്. അപ്പോൾ കോവിഡിൻ്റെ സമയമായി കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്തു, ഇവരുടെ ഓൺലൈൻ കോച്ചിങ് നേരിട്ട് അനുഭവിക്കാനുള്ളൊരു യോഗം ഉണ്ടായത്. അന്ന് ഞാൻ ഡിസിഷൻ എടുത്തിട്ട് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഞാൻ പഠിച്ച സ്കൂള് ഇതിനെക്കാട്ടൊക്കെ എത്രയോ ബെറ്ററാണ്. എൻ്റെ മക്കളെ ഞാൻ പഠിച്ച സ്കൂളിലേക്ക് മാറ്റുവാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉദയംപേരിലെ ഞാൻ പഠിച്ച സ്കൂളിലേക്ക് മാറ്റി. എൻ്റെ ഏറ്റവും ഇളയ കുട്ടീനെ അവിടുത്തെ ഒരു ഗവൺമെൻറ് LP സ്കൂളിലേക്ക് മാറ്റി. ഇന്ന് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും അവർക്ക് ഹൈലി ക്വാളിഫൈഡ് ആണ്, അവർക്ക് ലോകപരിചയമുണ്ട്. മനസ്സിലായോ? അപ്പോൾ അവർ ആ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നതും കൊണ്ടുപോകുന്നതും എല്ലാം ആ ലോകപരിചയത്തിന്റെ പുറത്തിലാണ്. അപ്പോൾ അങ്ങനെ നല്ല സ്കൂളുകളും നല്ല ടീച്ചേഴ്സും ഒരുപാടുണ്ട്. നമുക്കിപ്പോൾ ഈ സ്ഫടികം സിനിമ തന്നെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണല്ലേ. ചാക്കോ മാഷ് എന്തൊക്കെയോ ആവണമെന്ന് വളർത്തി വലുതാക്കിയ മകൻ എവിടേക്കാണ് പോയെന്ന് നമുക്കറിയാം. ഒന്നുമില്ല, ഞാൻ പറയട്ടെ, ഒട്ടുമിക്ക ടീച്ചേഴ്സും ശമ്പളത്തിന് വേണ്ടി ജോലി എടുക്കുന്നുണ്ട്. അതല്ലാതെ അവർ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് എത്ര പേര് എടുക്കുന്നുണ്ട് അധ്യാപകരുടെ സ്നേഹം? ഇല്ല. കാരണം എന്താ കാര്യം? ഒന്നുകിൽ അവർ ടാർഗറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ അവർ ശമ്പളത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്തത്. ശമ്പളത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ ഇഷ്യൂസ് മൊത്തം വരുന്നത്. സ്വന്തം മക്കളെ പോലെ എത്ര അധ്യാപകർ കാണും? ഒരാളും കാണുന്നില്ല. കാണുന്നവരുണ്ട്, വളരെ ചുരുക്കമാണ്.
മനസ്സിലായി. ഇവർക്ക് എപ്പോഴും ഇവരെപ്പോഴും തരംതിരിക്കുന്ന കുറേ കാര്യങ്ങൾ. കാരണം ഇവർ 10, 20, 30 കുട്ടികളെയാണ് മാനേജ് ചെയ്യുന്നത്. ഇവർക്ക് അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ, അവരുടെ ഫാമിലി ഇഷ്യൂസ്. എത്ര ടീച്ചേഴ്സ് വീട്ടിൽ ഭർത്താക്കന്മാരുടെ അടി ഉണ്ടാക്കിയിട്ട് വന്ന് നമ്മുടെ ക്ലാസ്സിൽ കിടന്ന് പഠിക്കണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ സ്റ്റേഷൻ്റെ പുറത്ത്. എന്തായിരിക്കുന്ന കാരണം? ശരിക്കും ഒത്തിരി അധികം കുട്ടികളുടെ, പ്രത്യേകിച്ച് ഞാൻ പറയാലോ സാമ്പത്തികം കുറഞ്ഞ ഇപ്പം ചേട്ടൻ്റെ കുട്ടികൾ ചേട്ടൻ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ചേട്ടന് സംസാരിക്കാൻ അറിയാം. 1 രൂപ കൊടുക്കുന്നതിന് ഞാൻ ചോദിക്കാൻ ചേട്ടൻ അറിയാം. അനുവിനാണെങ്കിൽ അങ്ങനെയല്ലേ? അനുവിനിപ്പോൾ ഒരു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടീനെ സ്കൂളിൽ കൊണ്ട് ചേർത്ത് അവിടെ എന്തൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അനു പോയി ചോദിക്കും, എന്താ കാര്യം ചോദിക്കും. ഞാൻ കഴിഞ്ഞ് നോക്കട്ടെ, സാധാരണക്കാരൻ്റെ മക്കൾ പോയി ചോദിക്കാൻ പറ്റില്ല. അല്ലല്ല, സാധാരണക്കാരൻ്റെ മക്കള് പണം ഒരു സ്റ്റാറ്റസിന് താഴെ നിൽക്കുന്ന ഒരു സ്കൂളിൽ കയറിക്കാന്ന് ചോദിച്ചാൽ ഇരിക്കാൻ പോലും അറിയില്ല. മനസ്സിലായോ? നീ നല്ല ഡ്രസ്സ് ഇട്ടാൽ കയറി നമുക്ക് സ്കൂളിൽ അവർ ഇരിക്കാൻ പറയും. അവർ നിർത്തിയിട്ട് നിങ്ങളുടെ മക്കളാണോ? ആ, അവരപ്പം തന്നെ മറ്റേ ഒഴുക്കൻ മറുപടി പറയും. അവർ അലമ്പാണ്, അവർ മറ്റേ പ്രശ്നങ്ങൾ ഈ പ്രശ്നമാണ്. വന്ന് കയറുന്ന പാരൻസിനെ മാനസികമായിട്ട് അങ്ങ് തളർത്തും. സാധാരണക്കാരൻ്റെ മക്കളല്ലേ, അവർക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ലല്ലോ. അവർ ചെന്നിട്ട് ആ ശരി സാറേ സാറേ എന്ന് വിളിക്കും. മറ്റവർ ചെന്ന് സാറേ എന്നൊന്നും വിളിക്കുന്നില്ല, അവർ കാര്യമൊക്കെ പറയും. ഇതാണ് കാര്യം, പൈസ തന്നെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ സാധാരണക്കാരൻ്റെ മക്കളോടും പൈസ ഉള്ളവൻ്റെ മക്കളോടും അധ്യാപകർക്കുള്ളൊരു മനോഭാവമുണ്ട്. മനസ്സിലായോ? അവരുടെ മക്കളോട് മറ്റുള്ളവർ പെരുമാറുമ്പോൾ അവർക്ക് ദണ്ണം മനസ്സിലാവുള്ളൂ. ഇവർ ഈ പറയുന്ന പോലെ ശമ്പളത്തിന് മാത്രം ജോലി ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം കാണിക്കുന്നത്. അല്ലാതെ അവരൊരു അച്ഛൻ്റെ സ്ഥാനത്തുനിന്നോ അമ്മയുടെ സ്ഥാനത്തുനിന്നോ ഒരു അധ്യാപകർ എന്ന് പറയുന്നൊരു പോയിന്റ് നിന്നാൽ അവരത് ചെയ്യും. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയാൻ നേരത്ത്, ഇന്ന് ഇവിടെ കേരളത്തിലെ പല പാരൻസും ഈ പറയുന്ന സ്കൂളുകളുടെ ബ്രാൻഡഡ് വാല്യൂ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി പോകുന്നത്. പക്ഷേ എൻ്റെ ഒരു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ തന്നെയാണ് ഒരുമാതിരിപ്പെട്ട മെച്ചപ്പെട്ട സംഭവങ്ങൾ. അതായത് ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവന് മാർക്കിനെക്കാട്ടും ഉപരി സമൂഹത്തിൻ്റെ മൊത്തം ഒരു ക്രോസ് സെക്ഷനെ പരിചയപ്പെടാനാണ്. ഇല്ലായ്മയിൽ നിന്നുള്ള വരുന്നതിനും പൈസക്കാരനും എല്ലാ വിധത്തിലുള്ള ആൾക്കാരെയും പരിചയപ്പെടാനും അവന് റിയൽ ലൈഫ് സിറ്റുവേഷൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊതുവിദ്യാലയത്തിലാണ്. പിന്നെ ഇല്ലെങ്കിലും ഈ ഒരു 10ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 12ാം ക്ലാസ് വരെയുള്ള ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നിടത്ത് നമുക്ക് ജീവിതത്തെക്കുറിച്ചുള്ളൊരു പൊതുബോധം സൃഷ്ടിക്കുക എന്ന് മാത്രമാണ്. അല്ലാതെ A+B ഹോൾ സ്ക്വയറും പഠിക്കലും മാത്രമല്ല. വളരെ സ്റ്റാൻഡേർഡുള്ള സ്കൂളുകളിൽ കുട്ടികളെ കൊണ്ട് ചേർത്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവർ അവരുടെ സ്റ്റാൻഡേർഡിൽ ഈ സാധനത്തിനെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കും. ആക്ച്വലി അങ്ങനെയല്ലല്ലോ സ്കൂളാവേണ്ട, അങ്ങനെയല്ലല്ലോ. കുട്ടികളെ പ്രാപ്തരാക്കുക ചെയ്യണ്ടേ. അതല്ലാതെ ഇപ്പൊ ടീച്ചർമാർക്ക് ഒരു ക്വാളിറ്റി ഉണ്ട്, അവർക്ക് ക്വാളിറ്റി ഉണ്ടാവും. ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടാണല്ലോ നമ്മുടെ മക്കളോട് നമ്മൾ പഠിപ്പിക്കാൻ കൂടി. ആവേശികമാണ്. അതെ, കൂടുതൽ മാർക്ക് മേടിക്കുന്നതാണോ ക്വാളിറ്റി, അതോ സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയായിട്ട് ഒരാളെ ഡെവലപ്പ് ചെയ്യണമാണോ ക്വാളിറ്റി? ആവേശികമാണ് അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ നല്ല പൗരനായിട്ട് ഒരു കുട്ടീനെ വാർത്തെടുക്കുന്നത് ആരാണോ അതാണ് യഥാർത്ഥ അധ്യാപകൻ. എന്തായാലും ഞാൻ കണ്ടത് വെച്ചിട്ട് ഒരുപാട് കുട്ടികളുടെ ജീവിതം അധ്യാപകർ ചവിട്ടി അരച്ചിട്ടുണ്ട്. അധ്യാപകർക്ക് പോലും ഇപ്പോഴും അറിയില്ല, കുട്ടികൾക്കും അതറിയില്ല. കാരണം എന്ന് പറയുമ്പോൾ ഇത് വലിയ ട്രോമ കിട്ടുന്ന. കാരണം ഒരു കുട്ടി അവൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അവൻ്റെ ഫാമിലി പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായ ഇഷ്യൂസിനൊക്കെ ഒരുപാട് സ്ട്രെസ്, ആ കുഞ്ഞു ചെറുപ്പത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചായിരിക്കും ആ സ്കൂളിൽ ചെന്ന് കയറുന്നത്. അവിടെ ചെല്ലുമ്പോഴും ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് മുഷിഞ്ഞ ഡ്രസ്സും പാൻറ്റും കിട്ടുകൊണ്ടുവന്ന കുട്ടികളെ എണീപ്പിച്ച് മാറ്റി നിർത്തുന്ന അധ്യാപകരെ കണ്ടിട്ടുണ്ട്. അതുങ്ങൾ വീട്ടിൽ അതിനുള്ള ഗതിയില്ലാന്ന് മനസ്സിലായി. ഒരു കീറിയ ഡ്രസ്സ്, ഒരു മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുമ്പോൾ ഗതിയില്ലാത്തെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധമില്ലാത്ത അധ്യാപകർ മനസ്സിലാവും. എല്ലാ കുട്ടികൾക്കും രാവിലെ തന്നെ പാരൻസ് നല്ല വടികൊത്ത ഡ്രസ്സൊന്നും തേച്ച് വെക്കാനുള്ള പാരൻസ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് സാമ്പത്തികം കുറഞ്ഞ വീട്ടിലെ കാര്യം പറയുന്നത് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എന്നിട്ടും അതിനെ പോലും മാറ്റി നിർത്തുമ്പോൾ ഈ കുട്ടികൾക്ക് എന്ത് കോൺഫിഡൻസ് ഉണ്ടാവും? ഇവരെങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പെരുമാറും ഒരാളോട്? അധ്യാപകർ ഇങ്ങനെയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ചെറുപ്പം മൂലം നമ്മൾ കാണുന്ന അധ്യാപകർ, അതായത് വലിയൊരു എപ്പോഴും ഒരു 10 20 പേരുടെ ഒരു ഗ്യാങ്ങിൽ ഒരു കുട്ടി ചെന്നിരിക്കുന്നത് ആദ്യമായിട്ട് അവിടെ ആയിരിക്കും, ഒരു സ്കൂളുകളായിരിക്കുമല്ലോ. അവിടെ നിന്നായിരിക്കും ഇവർക്ക് ഈ സമൂഹത്തിലോട്ട് ഇറങ്ങി എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം പഠിക്കുന്നത് സ്കൂളിൽ നിന്നായിരിക്കും. അവിടെ നിന്ന് ഈ കിട്ടുന്നത് നെഗറ്റിവിറ്റി ആണെങ്കിൽ ഇവർ സമൂഹത്തിലോട്ട് ഇറങ്ങൂല്ലാനും. പലപ്പോഴും ഈ കുട്ടി പറയുന്നതിന് പലപ്പോഴും പല അധ്യാപകർ ആൾക്കാർ അംഗീകരിക്കാറില്ല. ഇന്ന് അധ്യാപകരെക്കാട്ടും വിവരമുള്ള കുട്ടികളുള്ള സംഭവമാണ്. അപ്പോൾ ഇന്നൊരു കൊളാബറേറ്റീവ് ലേണിങ്ങിൻ്റെ ഇതാണ്. ടീച്ചറിൽ നിന്ന് കുട്ടി പഠിക്കുകയും കുട്ടിയിൽ നിന്ന് ടീച്ചർ പഠിക്കുകയും ഇവർ രണ്ടിൽ നിന്നും മാതാപിതാക്കൾ പഠിക്കുകയും ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയറിലേക്കായി. അപ്പോൾ ആ ഒരു രീതിയിൽ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ മാറേണ്ട രീതിയായി. അപ്പോൾ നല്ല ടീച്ചർമാർ ഉടലെടുക്കും ശരിക്കും. അതെ.